ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഇത്തരം സ്തോത്രകാവ്യങ്ങളിൽ പ്രമുഖമായിട്ടുള്ള മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ നാരായണീയ മധുരം 194 ദിവസത്തിലേക്ക് എത്തുമ്പോൾ 19ാമത്തെ ദശകത്തിൽ 5ാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, വീണ്ടും ശ്ലോകം, അതിനുശേഷം ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പണം. തപോഭിരേഷാമതിമാത്രവർദ്ധിഭിം സയജ്ഞഹിംസാനിരതോപി പാവിതഃ പിതാപി തേഷാം ഗൃഹയാത നാരദാ പ്രദർശിതാത്മാ ഭവദാത്മതാം യയൗ. യേഷാം അതിമാത്രവർദ്ധിഭിഃ തപോഭിഃ യജ്ഞഹിംസാനിരതഃ അപി സാ തേഷാം പിതാ അപി പാവിതാ ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവദാത്മതാം യയൗ. യേഷാം അതിമാത്രവർദ്ധിഭിഃ തപോഭിഃ. ഈ പ്രചേതസ്സുകളുടെ ഏറ്റവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തപസ്, 10,000 വർഷം തപസ് ചെയ്തു അല്ലേ? അങ്ങനെ ആ തപസ്സുകൊണ്ട് യജ്ഞഹിംസാനിരതഃ അപി, യാഗങ്ങളിൽ യജ്ഞത്തിൽ മൃഗങ്ങളെയൊക്കെ കൊല്ലുക അല്ലേ, യാഗത്തിന്റെ ഭാഗമായിട്ട് മൃഗഹിംസ ചെയ്യുന്നതിൽ
തൽപരനാണെങ്കിലും സാ തേഷാം പിതാ അപി പാവിതഃ. അതുകൊണ്ട് ആ പ്രാചീന ബർഹിസ്, യാഗങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം പ്രാചീന ബർഹിസായത്, അദ്ദേഹവും പരിശുദ്ധനാക്കപ്പെട്ടു. എങ്ങനെ? ഗൃഹത്തിൽ വന്നു ചേർന്ന് ഗൃഹയാത നാരദ പ്രദർശിതാത്മാ, നാരദ മഹർഷി ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുത്തതിന്റെ ഫലമായി ആ അവിടുത്തെ സാരൂപ്യം എന്ന മുക്തി ലഭിച്ചു എന്നാണ്. പ്രതേജസ്സുകളുടെ അച്ഛനാണ് പ്രാചീന ബർഹിസ്. നമ്മൾ പറഞ്ഞു അല്ലേ, യാഗങ്ങളിൽ ഒരുപാട് മൃഗങ്ങളെ കൊന്നു തള്ളി. പക്ഷേ ആ പാപങ്ങൾ മുഴുവൻ ഇല്ലാതെയായി അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ നാരദ മഹർഷി തന്നെ അവിടെ വന്നു. അതിന് കാരണം എന്താണ്? അത് ആ കുട്ടികളുടെ തപസ്സിന്റെ പ്രത്യേകതയാണെന്നാണ്. അപ്പോ ശുദ്ധി വന്നപ്പോ നാരദൻ ഗൃഹത്തിലേക്ക് വന്നു. നമുക്കും അങ്ങനെയാണ്, നമ്മുടെ ജീവിതം ശുദ്ധമാവുമ്പോഴാണ് സജ്ജനങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരിക. അങ്ങനെ നാരദൻ ഗൃഹത്തിൽ വന്ന ആത്മതത്വത്തെ ഉപദേശിച്ചു. പ്രാചീന ബർഹിസ് ഈ ആത്മതത്വജ്ഞാനം നേടി കപില മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്ത് ഭഗവത് സാരൂപ്യം പ്രാപിച്ചു എന്ന് പറയുന്നു. അപ്പൊ യാഗത്തിലാണെങ്കിലും മൃഗഹിംസ പാപമാണ് എന്ന് കാണിക്കുകയാണ്. ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യത്വയാധ്വരേ സംജ്ഞാപിതാൻ ജീവസംഘാൻ നിർഘൃണേന സഹസ്രശ. ആയിരക്കണക്കിന് പേരെ കൊന്നു എന്നാണ്. ഏതേ ത്വാം സമ്പ്രതീക്ഷന്തേ സ്മരന്തോ വൈശസന്തവ സമ്പരേതമയക്കൂടൈ ചിന്തന്ത്യുദ്ധിതമന്യവ എന്ന് പറയുന്നു. അപ്പോ പ്രാചീന ബർഹിസിന് നൽകിയ ഉപദേശം, നാരദന്റെ ഉപദേശം പുരഞ്ജനോപാഖ്യാനം എന്ന രീതിയിൽ 5 അധ്യായങ്ങളിലൂടെ പറയുന്നുണ്ട്. പക്ഷേ അത് ഈ ഭാഗം നാരദ പ്രദർശിതാത്മാ എന്നൊരൊറ്റ പദം കൊണ്ട് ആ ഉപാഖ്യാനത്തെ മുഴുവൻ പട്ടേരിപ്പാട് ഭാവസമ്പൂർണമായി സംഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ശ്ലോകം നമുക്ക് ഒരിക്കൽ കൂടി ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരിയം. തപോഭിരേഷാമതിവാത്രവർദ്ധിഭി സയജ്ഞഹിംസാനിരതോപി പാവിതാ പിതാപി തേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവദാത്മതാം യയൗ. ശ്രീഹരിയം. നാരായണ 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 രാധാ ഗോവിന്ദ. പ്രചേതസ്സുകളാം പുത്രർ തപം ചെയ്ത കാരണത്താൽ പ്രാചീന ബർഹിസ്സു കൂടി പരിശുദ്ധനായി നാരദനാൽ ആത്മതത്വം ലഭിച്ചൊരാ യോഗിവര്യൻ നാരായണ സ്വരൂപത്തെ പ്രാപിച്ചുവല്ലോ. ഹരിഹരി നാരായണ 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 ശ്രീവാതനാഥ. നാരായണ നാരായണ ഗുരുവാദേശ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം നാരായണ
നാരായണ നാരായണ.